ഇത് പ്രാർത്ഥന ഹാളല്ലേ? അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം. ഈ ഫോട്ടോ എടുത്ത് മാറ്റണം. അത് നോക്കി പ്രാർത്ഥിക്കരുതേ. നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്. ഇപ്പൊ എന്ത് തർക്കലിട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കോടീശ്വരനായ ഒരു മനുഷ്യൻ ഒരു ജീവകാരുണ്യ പ്രവർത്തനം അദ്ദേഹം ചെയ്തിട്ട് വൃദ്ധരായ മാതാപിതാക്കൾക്ക് താമസിക്കാനുള്ള ഒരു അഭയകേന്ദ്രം ഒരുക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഒരംശം അതിനുവേണ്ടി ചെലവഴിച്ചിട്ട് അവിടെ ആരാധനാമൂർത്തികളുടെ ഫോട്ടോകൾ വെച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യൂസുഫ് അലി സാഹിബിൻ്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഇടപെടുകയാണോ? ഈ ലോകം താൽക്കാലികമാണെന്നും നമ്മളൊക്കെ ദൈവത്തിൻ്റെ അടിമകളാണെന്നും സൃഷ്ടാവിന് വിധേയപ്പെട്ട് സൃഷ്ടാവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കേണ്ടവരാണ് എന്നും അദ്ദേഹം വലിയ ഒരു തത്വമാണ് ആ സദസ്സിനെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ നാട് ബഹുസ്വരമായ ഒരു നാടാണ് നമ്മുടെ നാട്. അവിടെയും അദ്ദേഹം തിരുത്തി കൊടുക്കുകയാണ്, എൻ്റെ ഫോട്ടോ വെച്ച് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പാടില്ല. നമ്മളൊക്കെയും ദൈവത്തിൻ്റെ അടിമകളാണ് എന്നുള്ള ബോധം. 5 നേരത്തെ പ്രാർത്ഥനയിൽ നമസ്കാരത്തിൽ സൃഷ്ടാവിൻ്റെ മുന്നിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എൻ്റെ നാഥൻ മഹാപരിശുദ്ധൻ എനിക്ക് ഈ ആരോഗ്യം നൽകിയ, എനിക്ക് ഈ ആയുസ് നൽകിയ യൂസുഫ് അലി സാഹിബിന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, ഇത്രയും പ്രായമായിട്ടും ആരോഗ്യത്തോടെ സമൂഹത്തിൻ്റെ മുന്നിൽ എഴുന്നേൽക്കാൻ കഴിയുന്നത്, എണീറ്റ് നിൽക്കാൻ കഴിയുന്നത് ആ ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പടച്ചവൻ്റെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാം. ആ തിരിച്ചറിവ് അദ്ദേഹത്തെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അവിടെയൊക്കെ എൻ്റെ ഒരു ഫോട്ടോ വെച്ച് ആരാധിക്കട്ടെ, എനിക്കൊരു പ്രമോഷനാകട്ടെ, എനിക്കൊരു പേരും പ്രശസ്തിയുമാകട്ടെ എന്നല്ല ചിന്തിച്ചത്. നമുക്കറിയാം, ഫറോവ എന്ന അക്രമിയായ ഭരണാധികാരി വഅന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഉന്നതനായ ദൈവമെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ ഫിർഔൻ മരണത്തിൻ്റെ മുന്നിലേക്ക് ചെങ്കടലിൽ മുങ്ങിച്ചാവുന്ന സമയത്ത് ഫിർഔൻ വിളിച്ചു പറഞ്ഞു, ബനി ഇസ്രായേലികൾ ഏതൊരു സൃഷ്ടാവിൽ വിശ്വസിച്ചുവോ ആ ദൈവത്തിൽ ഞാനും ഇതാ വിശ്വസിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടാവിനെ മനുഷ്യർ തിരിച്ചറിയുക എന്നുള്ളതാണ്. ജാറങ്ങളിലും കബറുകളിലും സൃഷ്ടികളുടെയും മുന്നിലല്ല പ്രണാമം ചെയ്യേണ്ടത്. ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടാവിൻ്റെ മുന്നിലാണ് സുജൂദ് ചെയ്യുന്നത്. പുരോഹിതന്മാർ ഓർമ്മപ്പെടുത്തേണ്ട വലിയൊരു തത്വം അതാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ആരാധ്യൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്, മെസ്സഞ്ചറാണ്, എൻ്റെ റസൂലാണ് എന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ മരണത്തിൻ്റെ സമയത്തും ആ ഓർമ്മയും ആ ബോധ്യവുമുണ്ടെങ്കിൽ മരണസമയത്തും ആത്മാവ് വേർപെടുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം ഹൃദയത്തിലോടുകൂടി പുറത്തേക്ക് വരാനും നന്മയിലായി പുഞ്ചിരിച്ചുകൊണ്ട് മരണപ്പെടാൻ പടച്ച റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.